ദൈവം ദൈവം കോടതി ഞങ്ങൾ വഴി വന്ന് നീ അനുമോൾ എലിജിബിൾ ആയതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും വിന്നർ ആയത്. അതെ അതെ തീർച്ചയായും ഐ ആം സോ ഹാപ്പി ഫോർ ആണ്. നല്ല ഹാപ്പിയാണ്. പ്രഭു എല്ലാവർക്കും അറിയായിരിക്കും ഈ പുള്ളിക്കാരനെ. 10-26 വയസ്സുള്ള നമ്മുടെ തട്ടിയും മുട്ടിയും സീരിയലിനകത്ത് അഭിനയിച്ച ഒരു വ്യക്തിയാണ്. തട്ടിയും മുട്ടിയും പിന്നെ ഉപ്പുമുളകിനകത്ത് ഇപ്പം ഈ പറയുന്ന ബാലുവും പിന്നെ വേറൊരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, ആ ചേച്ചിയും പോയതിനു ശേഷം ഈ പയ്യൻ വന്നപ്പോഴാണ് ആൾക്കാർ ശരിക്കും ആ ഒരു ഷോ കാണാൻ തുടങ്ങിയത്. ഈ തട്ടിയും മുട്ടിയിനകത്ത് പയ്യന്റെ ഇന്ന് അവൻ പുതുപ്പള്ളിയിലാണ് ഒരു ചാനലിൽ ഞാൻ കണ്ട, കോട്ടയം ടൗണിലാണ് അവന്റെ വീട്. അവനവിടെ വെള്ളം അടിച്ച് വന്നിട്ട് ഒരു മനുഷ്യനെ വണ്ടി കൊണ്ടിടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നാട്ടുകാർ പിടിച്ച് ഭയങ്കര സീനും കാര്യങ്ങളും ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. അല്ല, ന്യൂസ് ഞാൻ ആദ്യം വായിച്ചുതരാം. സീരിയൽ നടൻ മധ്യലഹരിയിൽ കോട്ടയത്ത് വാഹനം അവിടെ ഉണ്ടാക്കി. കോട്ടയത്ത് വഴിയാത്രക്കാരെ ഇടിച്ചിട്ട് പോയ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ഉപ്പുമുളകും തട്ടിമുട്ടിയും നാട്ടുകാർ പിടികൂടി കൈകാര്യം ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. ആ പയ്യൻ തന്നെ ആണോ എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഷോക്കായിപ്പോയി. നമ്മൾ ഈ പറയുന്ന സീരിയലിലും അവിടെ ഇവിടെയൊക്കെ കണ്ട് ആരാധിച്ച് വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. റിയൽ ലൈഫിൽ ഓരോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇവർ തന്നെ ഞെട്ടിപ്പോകുന്നത്. ഒരുപാട് സ്ത്രീകൾ ഇവൻ്റെ ഈ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിനകത്ത് താഴെ കമൻറ്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവനുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിത് കാണത്തില്ല, ഇവൻ ഇത് നിർത്തിപ്പോവാണെങ്കിൽ ഞങ്ങളിത് കാണത്തില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യം, റിയൽ ലൈഫ് വേറെ കഥാപാത്രം വേറെ, അതൊക്കെ നിങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാം. നിങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നമ്മളാരുമല്ല. നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം. എന്നിട്ട് പിന്നെ എൻ്റെ താഴത്തെ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ട്, ഞാൻ അതും ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട വ്യക്തി തന്നെ ആണോ എന്ന് നിങ്ങൾ തന്നെ നോക്കി പറ. ദൈവം ദൈവം കോടതി ഞങ്ങൾ വഴി വന്ന് നീ എന്നെ ചവിട്ടി നീ എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് ഇത്ര മാത്രം 22 സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പൊ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നുള്ള രീതിയിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഇന്ന് ഡിസംബർ 24 ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്. അപ്പൊ എങ്ങനെയായാലും ചിലപ്പം ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടും, ഇല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. നാളെ കഴിഞ്ഞിട്ടേ പിന്നെ അവനെ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊരു സാധാരണപ്പെട്ട രീതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താ പോലെ ഇവന്റെ ഇമേജ് പോവും. ഇവന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അവൻ കെട്ടിപ്പടുത്തുണ്ടാക്കി അവന്റെ ഇമേജ് പോവും. പിന്നെ അവന്റെ ഫാമിലി അത്യാവശ്യം അറിയപ്പെടുന്നതാണ്. അവർ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പിന്നെ ഒരു സഹോദരി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും നാൾ ഇവൻ ഉണ്ടാക്കിയ ഒരു കാര്യം ഇമേജ് ഒറ്റ ദിവസം കൊണ്ടായിരിക്കും പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവന്റെ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കണ്ട കമന്റ്സിനകത്ത് അവന്റെ അഡ്രസ്സ് സഹിതം വെച്ച ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴത്തെ ഒരു കമന്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവന്റെ വീടിന്റെ സ്ഥലം വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആൾക്കാർ, അവിടുത്തെ മോനാന്ന് ഉൾപ്പെടെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അത് മാത്രമല്ല, പിന്നെ അവന്റെ ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ വന്ന കുറച്ച് കമന്റ്സ് നിക്കി ഞാൻ ആദ്യം ആ ഒരു വീഡിയോ വെച്ച് തരാം. തന്നെയാണ് തട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മഴവിൽ മനോരമയിലുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു. ആ സിറ്റ്കോമിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ അഭിനയത്തിന്റെ എങ്ങനെ ഡയലോഗ് പറയണമെന്നോ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നോ യാതൊരു ഐഡിയ ഇല്ലാതെ വന്ന് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവിടുത്തെ ഡയറക്ടറും എല്ലാ ആർട്ടിസ്റ്റുകളും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് എത്തിപ്പെട്ടതാണ് ഈ മേഖലയിൽ. പക്ഷെ ഐ എം ഹാപ്പി, ഞാൻ ഇതിൽ എൻജോയ് ചെയ്ത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. ആ തട്ടിമുട്ടിയതിനകത്ത് നമ്മൾ കാണുന്നതാണ് പുള്ളി എങ്ങനെയാണ്, പുള്ളിയുടെ രീതി, പുള്ളിയുടെ അഭിനയം കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പൊ അത്യാവശ്യം ഇത്ര വർഷം കഴിഞ്ഞ് നല്ല മെച്ചൂരിറ്റി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതറിയാം, പ്രായം കൂടുമ്പോഴേ അങ്ങനെയാണല്ലോ. എനിക്ക് ചിരി വന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇനി അടുത്തൊരു കാര്യം ഞാൻ വെച്ചു തരാം. ഇവിടെയാണ് സിദ്ധു എന്താണ്, ഐ മീൻ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ ആരാണ് ശരിക്കും, എന്താണ് ഞാനൊരു നല്ല മനുഷ്യനാണ്. അതെ, നീ നല്ലൊരു മനുഷ്യനാണെങ്കിൽ നീ നടന്നോട്ട് ഈ തോന്നിവാസം കാണിക്കുമായിരുന്നു. വെള്ളമടിച്ച് വന്നിട്ട് ഇതിന്റെ അപ്പുറം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. ഇതിന്റെ അപ്പുറം ഒരു മനുഷ്യരെ കൊണ്ട് വണ്ടി ഇടിച്ചിട്ടാണ്. ഇപ്പൊ നാട്ടുകാർ പിടിച്ചിട്ട് താങ്ങുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ സ്റ്റേഷനിൽ കൊണ്ടുവന്നാ പറഞ്ഞത് ഇവരൊരു നല്ല മനുഷ്യനാണ്. എനിക്ക് ചിരി വരുന്നത് സത്യം പറഞ്ഞത് കണ്ടിട്ട്. വിശ്വസിക്കുന്നത് അത്യാവശ്യം കുറച്ച് സൈഡിൽ ബിസിനസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠനം കംപ്ലീറ്റ് ചെയ്ത് എനിക്കിപ്പോ വയസ്സ് 26. ഓക്കെ, സൈഡ് ബിസിനസിന്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് നിന്റെ സൈഡ് ബിസിനസ്? ഊഹിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരാളെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ ഓവറായി പോകും. ഓക്കെ, അദ്ദേഹത്തിന്റെ ബാക്കി ഇന്റർവ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തോടെ ക്രഷിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമാവും. പക്ഷെ ഇങ്ങനെയുള്ളവരോടൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കൂടുതലും അടുക്കുകയും സപ്പോർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ പോലും. കാരണം 2 എണ്ണമൊക്കെ അടിച്ച് മാസ് ഡയലോഗൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാരെയൊക്കെ മതി. പിന്നെ എന്താ പറയണ്ടേ, ഇന്നത്തെ കാര്യത്തിൽ ഒരു മനുഷ്യർക്കും ഒരു ആത്മാർത്ഥതയില്ല. കാരണം എല്ലാം ഈ അഭിനയിക്കുന്നതും സിറ്റുവേഷൻഷിപ്പോ കേട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ മാത്രം മതി ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ. അപ്പൊ പിന്നെ ഇതൊക്കെ ബെസ്റ്റ് ആയിരിക്കും.
മലയാളി പെൺകുട്ടികളുടെ ക്രഷൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അതിലൊരു കാര്യം കൂടെ 12 വയസ്സിൽ കണ്ട ആ പയ്യനല്ല ഇപ്പോ. അതെ അതെ, പ്രായമായില്ലേ, വർഷങ്ങളായി. ഇപ്പൊ മലയാളി പെൺകുട്ടികളുടെ ക്രഷാണ് ഇപ്പോ. ഓക്കെ, താങ്ക് യു. എനിക്ക് എപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ്, നിങ്ങള് ഇതിപ്പോ ഒരു സിറ്റ്കോം ആണല്ലോ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ പോകുന്നത്, അതോ നിങ്ങൾ സ്പോട്ടിൽ കോമഡി ഇടുന്നതാണോ, എങ്ങനെയാണ്? സിദ്ധു പറഞ്ഞു. എന്നെക്കാൾ കൂടുതൽ യോഗ്യത പറയാൻ ഇതിനെ കുറിച്ച് 10 വർഷം ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ. ജൂഹി ഇതിന് ആൻസർ ജൂഹി. അതെ അതെ അതെ, ആക്ച്വലി സ്ക്രിപ്റ്റ് ഉണ്ട്, പ്രോഗ്രാം ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനും കൈന്നിട്ട് ഡയലോഗ് പറയാനുള്ള സ്പേസ് നമുക്ക് ഡയറക്ടർ തന്നിട്ടുണ്ട്. എന്തും നമുക്ക് ചെയ്യാം. അത് ഓക്കെ ആണെങ്കിൽ അത് അവരെടുക്കും, അല്ലെങ്കിൽ അപ്പൊ തന്നെ തൂക്കിക്കള, വേണ്ട വേണ്ട, അത് പറയാം, അത് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് നമുക്കും ചെയ്യാൻ പറ്റും. പിന്നെ സ്ക്രിപ്റ്റഡ് ആണ്, സ്ക്രിപ്റ്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ഒരു സീരീസിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ, ഇതിന്റെ താഴെ വന്നൊരു കമന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ബാലുവും നീലുവും പോയതിനു ശേഷം ഉപ്പും മുളകും ഞാൻ കാണാറില്ല. സത്യമാണ്, അവർ പോകുമ്പോൾ ആരും അങ്ങനെ കാണാറില്ല ആദ്യം പറയാം. പിന്നെ കാണാൻ തുടങ്ങിയത് സിദ്ധു വന്നതിന് ശേഷമാണ്. സമീറ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ഒരു കമന്റ് ആണ്. ഓക്കെ, കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ അഭിനയവും കാര്യങ്ങളൊക്കെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു അവൻ ഇനി റോഡിൽ കിടന്ന് ഇമാതിരി പരിപാടി വെള്ളം അടിച്ചിട്ട്, അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ പോട്ടെ, അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവന് തർക്കിക്കാം. ഇത് വെള്ളം അടിച്ച് വന്നിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് ഇമാതിരി തോന്നിവാസങ്ങൾ അത് പറയും. ഞാൻ ആ കോട്ടയത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച്, പുള്ളിക്കാരിയാണ് ടൗണിന്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇതിന്റെ അപ്പുറം നടന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും വീഡിയോസ് കിട്ടുവാണെങ്കിൽ എനിക്ക് അയച്ചു തരാമെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു 10 മണിയായപ്പോഴും അറിഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ വിളിച്ച്, പുതുപ്പള്ളി എന്ന് പറയുമ്പം ചാനലാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, പ്രത്യേകിച്ച് കോട്ടയം സ്ഥലമായുണ്ട്. ഓക്കെ, ഇത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് കണ്ടാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. അവൻ അങ്ങനെ ചെയ്യത്തില്ല, എന്തെങ്കിലും ഇത് കാണുമെന്ന് പറഞ്ഞ് വളച്ചൊടിക്കുന്ന കുറെ മലയാളികളുണ്ട്. അടുത്തൊരു കമന്റ്, ശരിക്കും ഇനി സിദ്ധു തിരിച്ചു പോവില്ലല്ലോ, പോകുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ. അങ്ങനെ ഒരുപാട് കമന്റ്, ഈ ചെക്കന് പൂര സപ്പോർട്ടായിട്ടുള്ള കുറച്ച് കമന്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ആയിട്ട് ഇപ്പം കള്ളു കുടിച്ച ഒരു വീഡിയോയുടെ താഴെ വന്ന ക്രിസ്മസ് ആയിട്ട് അവനെ ആഘോഷിച്ചതായിരിക്കും, അതിനത്ര തെറ്റ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അങ്ങനെ കുറെ സപ്പോർട്ട് ചെയ്തും കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റുന്നത്. പിന്നെ വേറൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ അനുമോളെ കുറിച്ച് പറയുന്നത്. അനുമോളായിട്ട് നല്ലൊരു കൂട്ടുണ്ട്, അനുമോളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിരുന്നു. അത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിവിടെ പറയുന്നില്ല, ഇപ്പൊ പറഞ്ഞ ശൗത്തി കുത്തുവാന്ന് വിചാരിക്കും, പക്ഷെ അത് പറയുന്നില്ല. എന്തായാലും ഇവൻ അനുമോളെ കുറിച്ച് പറയുന്നതും ഇവൻ BBയെ കുറിച്ച് പറയുന്നതൊക്കെ ഞാനൊരു വീഡിയോ വെച്ച് തരാം. അനുമോൾ എലിജിബിൾ ആയതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും വിന്നർ ആയത്. അതെ അതെ, തീർച്ചയായും. ഐ ആം സോ ഹാപ്പി ഫോർ ഹർ. ആണ്, നല്ല ഹാപ്പിയാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ സിദ്ധാർത്ഥ എല്ലാ സീസണിലും ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സീസണിലും ഞാൻ കാണാറുണ്ട്. സീസൺ 6 ഞാൻ കണ്ടായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റില്. പക്ഷെ സിദ്ധാർത്ഥിന് ബിഗ് ബോസിൽ ഞാൻ കണ്ടില്ല. ബിഗ് ബോസിൽ പോകുന്നില്ലേ? നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകണ്ടെന്നുള്ളതാണ് തീരുമാനം. ആണല്ലേ? ബിഗ് ബോസിന് തീരുമാനമാണ്, നീ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ നീ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഒരു പക്ഷെ ചിലപ്പോൾ അവർ വിളിക്കും. ഇവൻ എന്ന വ്യക്തി ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനായിട്ട് നിൽക്കുവാണെങ്കിൽ ഇവനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ നല്ല ഇമേജ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ശ്രമിക്കുമായിരിക്കും. ഇനി ഇപ്പൊ മോശമായ സ്ഥിതിക്ക് നീ എന്തായാലും ധൈര്യമായിട്ട് ബിഗ് ബോസിൽ പോയിട്ട് നിന്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നീ എന്താണെന്ന് ആൾക്കാരെ പ്രൂവ് ചെയ്യാൻ നോക്കും. അതിന് ചിലപ്പോൾ ഒരു അവസരം നിനക്ക് തരുവാണെങ്കിൽ നീ എന്തായാലും പോകണം. കാരണം ഇപ്പൊ എന്തായാലും നീ മോശമായിട്ടുണ്ട്, വളരെ മോശമായിട്ടുണ്ട്. അപ്പൊ നിനക്ക് പറ്റിയൊരു അവസരം BB പോകുന്ന സീസൺ 8 ധൈര്യമായിട്ട് ചെന്നു. വിളിച്ചിട്ടുണ്ടോ? ശരിക്കും ഒഫീഷ്യൽ കോൾ ഒന്നും വന്നിട്ടില്ല. അതിന്റെ ടെക്നിക്കൽ സൈഡിലും ക്രിയേറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തിബന്ധം ഉള്ളവരാണ്. ഈ സീസണിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെൻഡ് ചെയ്ത് വരെ അവിടെ കയറിയിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരാണ് ചോദിക്കുന്നത് പറയത്തില്ല, ഞാൻ അങ്ങനെ ചോദിക്കില്ല. അപ്പൊ ഇനി അടുത്ത ബിഗ് ബോസ് സീസണിൽ ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അറിയില്ലല്ലോ, നമുക്കിപ്പോ അറിയാവുന്ന ഈ സീസൺ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. നാളെ നടക്കുന്ന എന്താന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നി ഇവന് വരുവാണെങ്കിൽ ആദ്യം ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓരോ വ്യക്തികൾ കുത്തിപ്പൊക്കുന്നത്. ഞാൻ ഒന്നും കൂടെ വീഡിയോ ഒന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ദൈവം, കോടതി, ഞങ്ങൾ വഴി വന്ന് നീ എന്നെ ചവിട്ടി എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് ഓക്കെ, അപ്പൊ ഈ വെള്ളം അടിച്ച് ഇങ്ങനെയാണോ? വെള്ളം മാത്രമാണ് അടിച്ചത്. ഇനി നാളെ ചെല്ലുമ്പോൾ അറിയാം ടെസ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നൊക്കെ അറിയാം. എന്താണ് അടിച്ച് വെയിറ്റ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോ സിദ്ധു ഇങ്ങനെ ചെയ്യുമെന്ന്? ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു
അഭിപ്രായം എന്ന് വെച്ചാൽ വളരെ മോശമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഫേമിൽ നിൽക്കുന്ന ഒരു വ്യക്തി, സീരിയലിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇത് കാണിച്ചത് വളരെ മോശമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അതും കോട്ടയം ഒരു ടൗണിൽ കിടന്നിട്ടെ ഒരു ബർത്തിനെ കൊണ്ട് ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും കൂടി യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു.